എസിനെ അങ്ങേയറ്റം വികാര വായ്പോടെ കാണുന്ന കേരളീയർ ഇത് അവരുടെ ഏറ്റവും വലിയ നഷ്ടമായി കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ സമര യൗവനമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ദുഃഖാർത്തരായ കേരളീയരുടെ മനസ്സിലേക്ക് അവസാനമായി ഒരു ശ്വാസമെങ്കിലും ബാക്കിയുണ്ടാകും, വി എസ് ഒരു ശ്വാസമായെങ്കിലും അവശേഷിക്കുമെന്ന് കരുതിയിരുന്ന മനുഷ്യർ. വി എസിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന, അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷ് സംസാരിക്കാനാവുന്ന അവസ്ഥയിലല്ല. കേരളത്തിൻ്റെ ഒരു കാവലാൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മണ്ണിനും മനുഷ്യനും കാവലായിട്ട് വി എസ് ഉണ്ടായിരുന്നു. വി എസ് ഇല്ല എന്ന് വാർത്ത വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. കേരളത്തിൻ്റെ കാവലാൾ, കേരളത്തിൻ്റെ രക്ഷാകർത്തൃത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ അശക്തനാണ് ഞാൻ. അത്രത്തോളം വ്യക്തിപരമായി വിഷമം ദുഃഖവും അനുഭവിക്കുകയാണ്. കേരളത്തിനൊരു കാവലാൾ. എനിക്ക് സംസാരിക്കാൻ ഞാനിപ്പോൾ അശക്തനാണ്. ആ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ 23-ാം തീയതി വി എസ് അഡ്മിറ്റ് ചെയ്തതാണ്. ഞങ്ങളെല്ലാം വലിയ ഞങ്ങൾ തന്നെ പുറത്തും കേരളത്തിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് അതീവ ദുഃഖവും വിഷമവും ആയിരക്കണക്കിന് വി എസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയിലെ വി എസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയിലല്ലാത്ത ആളുകൾ വി എസിനെ സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തോടൊപ്പം തന്നെ അതീവ ദുഃഖം വ്യക്തിപരമായിട്ട് ഞാനും അനുഭവിക്കുകയാണ്. കേരളത്തിനൊരു കാവൽ നഷ്ടപ്പെട്ടു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി വി എസിന്റെ കൂടെ നിഴൽ പോലെ നിന്നിരുന്ന സുരേഷാണ് പറയുന്നത് കേരളത്തിനൊരു കാവൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, കാവലാളിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്.